സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾക്കും നിലവിൽ സ്റ്റുഡന്റ് വർക്ക് പെർമിറ്റ് വിസകളിൽ കാനഡയിൽ ജീവിക്കുന്ന മലയാളി ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ നിർണായകമായ ഒരു ഇമിഗ്രേഷൻ നയമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അഥവാ IRCC കാനഡയുടെ പുതിയ ഇമിഗ്രേഷൻ ലെവൽസ് പ്ലാൻ 2026-2028 ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ്. രാജ്യത്തെ ഭവന പ്രതിസന്ധി, ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ കണക്കിലെടുത്ത് വിദേശ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ചരിത്രപരമായ ചില ക്രമീകരണങ്ങളും കണിശമായ പരിഷ്കരണങ്ങളുമാണ് കാനഡ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാനഡയിൽ താൽക്കാലിക വിസകളിൽ കഴിയുന്ന പ്രവാസികളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 5% താഴേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പുതിയ ഇമിഗ്രേഷൻ പ്ലാനിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അഥവാ വിദേശ വിദ്യാർത്ഥികളെയും പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ്, ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം എന്നിവ വഴി കാനഡയിൽ കഴിയുന്ന പ്രവാസികൾക്കും ഇനി കാനഡയിലേക്ക് താമസം തുടരുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പുറത്തുനിന്ന് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിന് പകരം നിലവിലുള്ള കാനഡയ്ക്കുള്ളിൽ തൊഴിൽ പരിചയമുള്ള താൽക്കാലിക തൊഴിലാളികൾക്ക് പെർമനന്റ് റെസിഡൻസി നൽകുന്നതിന് മുൻഗണന നൽകാനാണ് IRCC തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കിയ സാമ്പത്തിക മാർഗരേഖ അനുസരിച്ച് എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം വഴിയും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴിയും നടത്തുന്ന സ്ഥിരതാമസ തെരഞ്ഞെടുപ്പുകളിൽ കാനഡയ്ക്കുള്ളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രത്യേക മുൻഗണന ലഭിക്കും. കാനഡയിലെ തൊഴിൽ വിപണിയിൽ അനുഭവ പരിചയമുള്ള 33,000-ലധികം താൽക്കാലിക തൊഴിലാളികൾക്ക് ഈ പ്ലാൻ വഴി അതിവേഗം PR സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. കാനഡയ്ക്കുള്ളിൽ നിലവിൽ ജോലി ചെയ്യുകയും നിശ്ചിത ഭാഷാ നൈപുണ്യവും കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസും ഉള്ള മലയാളി ജീവനക്കാർക്ക് ഇത് വലിയൊരു സുവർണാവസരമാണ്. അതേസമയം വിദേശത്തു നിന്ന് നേരിട്ട് എക്സ്പ്രസ് എൻട്രി വഴി അപേക്ഷിക്കുന്ന പൊതു അപേക്ഷകൾക്ക് നോൺ ടാർഗറ്റഡ് അല്ലെങ്കിൽ ജനറൽ ഡ്രോകളിൽ CRS കട്ട് ഓഫ് പോയിന്റുകൾ കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കാറ്റഗറി ബേസ്ഡ് സെലക്ഷൻ അഥവാ നിർദ്ദിഷ്ട തൊഴിൽ മേഖലകൾ തിരിച്ചുള്ള തെരഞ്ഞെടുപ്പുകളെ ആശ്രയിക്കുക മാത്രമാണ് ഇനി ഉയർന്ന പോയിന്റുകൾ ഇല്ലാത്തവർക്കുള്ള പ്രധാന വഴി. പ്രത്യേകിച്ച് കാനഡയിൽ കടുത്ത തൊഴിൽക്ഷാമം നേരിടുന്ന 5 പ്രധാന മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് കാറ്റഗറി ഡ്രോകൾ ക്രമീകരിക്കുന്നത്. ഹെൽത്ത് കെയർ സ്ട്രക്ചർ, സ്റ്റെം മേഖലകൾ, കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡ്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ്, ഫ്രഞ്ച് ഭാഷാ നൈപുണ്യമുള്ളവർ എന്നിങ്ങനെയാണ് കാറ്റഗറി വരുന്നത്. ഈ നിർദ്ദിഷ്ട മേഖലകളിൽ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞ CRS പോയിന്റുകളിൽ തന്നെ എക്സ്പ്രസ് എൻട്രി വഴി കനേഡിയൻ PR-ന് അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ കാര്യം പരിശോധിക്കുമ്പോൾ IRCC തികച്ചും കർശനമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ കോളേജ് പ്രവേശനങ്ങൾക്കും സ്റ്റഡി പെർമിറ്റുകൾക്കും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ പഠനത്തിന് ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് യോഗ്യത നിശ്ചിത തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും സാധാരണ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി സ്വയമേ വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. കാനഡയിലെ ലേബർ ഷോർട്ടേജ് ഉള്ള മേഖലകളിലെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ദീർഘകാല വർക്ക് പെർമിറ്റ് സാധ്യമാകൂ. കൂടാതെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകളിലും കാനഡയിലെ വിവിധ പ്രൊവിൻസുകൾക്ക് അനുവദിച്ച നോമിനേഷൻ കോട്ടകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്റാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട തുടങ്ങിയ പ്രധാന പ്രൊവിൻസുകളിൽ തങ്ങളുടെ പ്രാദേശിക തൊഴിൽ ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാത്രമായിരിക്കും വിദേശ ജീവനക്കാരെ നോമിനേറ്റ് ചെയ്യുക. കാനഡയിൽ PR സ്വപ്നം കാണുന്ന പ്രവാസി മലയാളികൾ ഇനി പറയുന്ന മുൻകരുതലുകളും പ്ലാനുകളും അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിലെ ലാംഗ്വേജ് സ്കോറുകൾ വർദ്ധിപ്പിക്കുക. IELTS അല്ലെങ്കിൽ CELPIP പരീക്ഷകളിൽ ഉയർന്ന സ്കോറുകൾ കരസ്ഥമാക്കുന്നത് നിങ്ങളുടെ CRS പോയിന്റ് ഗണ്യമായി വർദ്ധിപ്പിക്കും. രണ്ടാമതായി, നിലവിൽ കാനഡയിൽ താൽക്കാലിക വിസയിലുള്ളവർ തങ്ങളുടെ ജോലിയുടെ NOC കോഡ് പുതിയ ഇമിഗ്രേഷൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുക. മൂന്നാമതായി, കാനഡയിൽ കൂടുതൽ പോയിന്റുകളും ആനുകൂല്യങ്ങളും നേടുന്നതിനായി ഫ്രഞ്ച് ഭാഷാ പഠനം പരിഗണിക്കുന്നത് നിങ്ങളെ അതിവേഗം PR-ലേക്ക് നയിക്കും. കാനഡ ഗവൺമെന്റ് തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ വരുത്തുന്ന ഇത്തരം സമഗ്രവും അടിയന്തരവുമായ മാറ്റങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ മലയാളികൾക്ക് തങ്ങളുടെ കനേഡിയൻ ഡ്രീം സുരക്ഷിതമാക്കാൻ സാധിക്കൂ. കാനഡ, US, UK തുടങ്ങിയ വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നയമാറ്റങ്ങളും സാമ്പത്തിക വാർത്തകളും ഉടനടി ലഭിക്കുന്നതിനായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.